25 കോടി സാബു ഇലക്ട്രൽ ബോണ്ട് നൽകിയത് BRS-ന്. 2020 പാർട്ടി നേതാവ് സാബു എം ജേക്കബിന്റെ കിറ്റെക്സ് ഗ്രൂപ്പ് ഇലക്ട്രൽ ബോണ്ട് വഴി 25 കോടി രൂപ നൽകിയത് തെലങ്കാനയിലെ കെ ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത് രാഷ്ട്രസമിതി എന്ന BRS-ന്. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച SBI നൽകിയ വിവരങ്ങളിലാണ് ഈ കണക്കുകളുള്ളത്. ഇന്നലെ വൈകിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ബോണ്ടുകളുടെ സീരിയൽ നമ്പർ അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഏതാണ്ട് 1000-ഓളം പേജുകൾ വരുന്ന റിപ്പോർട്ടാണ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിൽ വ്യവസായ അന്തരീക്ഷമില്ലെന്നാരോപിച്ച് സാബു എം ജേക്കബ് തെലങ്കാനയിൽ നിക്ഷേപം നടത്തിയ സമയത്ത് അധികാരത്തിലിരുന്ന പാർട്ടിയാണ് കെ ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത് രാഷ്ട്രസമിതി. തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുവാൻ വേണ്ടിയാണ് BRS-ന് തെലങ്കാന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 25 കോടി രൂപ സാബു എം ജേക്കബ് നൽകിയത്. കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് സാബു 2020 രൂപീകരിച്ച് കോൺഗ്രസ് ജയിക്കുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞതും സത്യമായി വരികയാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് 25 കോടി രൂപ BRS-ന് തെരഞ്ഞെടുപ്പ് ഫണ്ടായി സാബു നൽകിയിരിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഇലക്ട്രൽ ബോണ്ട് വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടും മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും ഈ വിവരം പുറത്തുവിട്ടിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ SBI നൽകിയ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടും എന്ന് പറഞ്ഞിട്ട് പോലും സാബു എം ജേക്കബ് താൻ ഇലക്ട്രൽ ബോണ്ട് മേടിച്ച് ആർക്കാണ് നൽകിയത്, എന്തിനാണ് നൽകിയത് എന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. പേടിച്ചിട്ടാണ് താൻ പണം കൊടുത്തതെന്നാണ് സാബു എം ജേക്കബ് പറഞ്ഞത്. ആരെയാണ് സാബു ജേക്കബ് പേടിക്കുന്നത്? ഏതായാലും കെ ചന്ദ്രശേഖർ റാവുവിനെയോ BRS-നെയോ അദ്ദേഹത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. ചന്ദ്രശേഖർ റാവുവും മകൾ കവിതയും സാബുവും ഒരു മനസ്സും 3 ശരീരങ്ങളും എന്നേ ഉള്ളൂ. സാബുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാബുവിനെ വന്ന് ഫ്ലൈറ്റിൽ എടുത്തുകൊണ്ടുപോയതാണ് തെലങ്കാനയിലേക്ക്. പിന്നെ അവരെ എന്തിനാണ് സാബു പേടിക്കുന്നത്? ഇലക്ട്രൽ ബോണ്ട് BJP-ക്കോ കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ പേടിച്ചിട്ടാണ് അത് എന്ന് പറയാമായിരുന്നു. ഈ ഇടപാട് പുറത്തു വന്നതോടെ വലിയ അന്വേഷണങ്ങളിലേക്കാണ് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ പോകുന്നത്. ചന്ദ്രശേഖർ റാവുവും മകളും സാബുവിൻ്റെ സൈലന്റ് പാർട്ണർമാരാണ്. അവരുടെ കള്ളപ്പണം സാബുവിൻ്റെ കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ ആയിരക്കണക്കിന് ഏക്കറുകൾ സൗജന്യമായി സാബുവിൻ്റെ കമ്പനിക്ക് നൽകുകയും എല്ലാ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്തത് എന്ന വാദമാണ് ഇപ്പോൾ ശരിയാകാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് സംഭാവന എന്ന പേരിൽ കോടികൾ നൽകി അതിവർ തമ്മിൽ വീതം വെക്കുക വഴി കിറ്റെക്സിന്റെ നിക്ഷേപകരെ കൂടിയാണ് ഇദ്ദേഹം വഞ്ചിച്ചിരിക്കുന്നത്. പങ്കാളിത്തത്തിൽ ഈ പദ്ധതി തെലങ്കാനയിൽ സ്ഥാപിക്കാനായിരുന്നു സാബു ഈ നാടകങ്ങളെല്ലാം നടത്തിയത് എന്നാണ് ഇതിലൂടെ വെളിവാകുന്നത്. 2021-ൽ എന്തൊക്കെ നാടകങ്ങളായിരുന്നു സാബു നടത്തിയത്? താൻ സ്വയം കേരളത്തിൽ നിന്നും പോകുന്നതല്ലെന്നും തന്നെ ആട്ടിയോടിക്കുകയാണെന്നുമാണ് അന്ന് കിറ്റെക്സ് MD സാബു എം ജേക്കബ് തെലങ്കാനയിലേക്ക് പുറപ്പെടും മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് അന്ന് പറഞ്ഞത്. 2021-ലാണ് സാബു ജേക്കബ് നിക്ഷേപം നടത്തുവാനായി തെലങ്കാനയിലേക്ക് പോയത്. കേരളം വ്യവസായ സൗഹൃദമല്ലെന്നാരോപിച്ചായിരുന്നു സാബു തെലങ്കാനയിൽ നിക്ഷേപം നടത്താനായി അന്ന് പോയത്. പക്ഷേ സാബുവും റാവുവും സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഭരണം മാറുമെന്നും ഭരണം മാറിയാൽ ഇങ്ങനെ 8ന്റെ പണി കിട്ടുമെന്നും. കോൺഗ്രസിനെ തോൽപ്പിക്കുവാൻ 25 കോടി കൊടുത്തവനെ കോൺഗ്രസ് ഇനി തെലങ്കാനയിൽ വെച്ചു വാഴിക്കുമോ? മാസങ്ങൾക്ക് മുമ്പേ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞ യൂണിറ്റ് ഇതുവരെ തെലങ്കാനയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇതൊക്കെ പ്രതീക്ഷിച്ച് കിറ്റെക്സ് ഗ്രൂപ്പിൽ പണം നിക്ഷേപിച്ചവർ ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. ഇനി ജോലിക്കാരെ പുതിയ പാർട്ടിയിൽ ചേർത്ത് തെലങ്കാനയിലും നാളെ തലവേദന ഉണ്ടാക്കുമോ? അതിനവർ സമ്മതിക്കുമോ? തെലങ്കാനയിലെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ പാർട്ടിയെ ശിഥിലമാക്കുവാൻ നോക്കുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുവാൻ വേണ്ടി മാത്രം എറണാകുളത്തും ചാലക്കുടിയിലും നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ പിൻവലിച്ചില്ലെങ്കിൽ തെലങ്കാനയിൽ നിന്നും കെട്ടുകെട്ടിക്കൊള്ളാൻ പറഞ്ഞാൽ സാബു മൂത്രമൊഴിച്ചുകൊണ്ട് ഓടേണ്ടി വരില്ലേ? സാബു ഇനിയാണ് പേടിക്കേണ്ടുന്നത്. ഇനിയാണ് സാബുവിനുള്ള പണികൾ തുടങ്ങുന്നത്. എങ്കിലും നാറുമെന്നുറപ്പായപ്പോൾ പോലും സാബു ആർക്കാണ് താൻ പണം കൊടുത്തത്, തൻ്റെ പാർട്ണർക്കാണ് പണം കൊടുത്തത് എന്ന് പറയുകയായിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. i2i ന്യൂസിനെ പൊങ്കാലയിടുവാൻ വന്ന ബിരിയാണി നക്കികൾ ഇനി എന്നാ ചെയ്യും? സാബു തന്നെ കേസ് കൊടുപ്പിച്ച് ഒളിവിൽ പോകേണ്ട ഗതി വന്നപ്പോൾ രക്ഷകനായി എത്തി സാബുവിൻ്റെ വീടിൻ്റെ തട്ടിൻപുറം അഭയമായി കിട്ടിയ ഒരു മുതിർന്ന യൂട്യൂബർ ഇതൊക്കെ കണ്ടിട്ടും മിണ്ടണമെന്നുണ്ടെങ്കിലും
പിരിവെട്ടിയ അവസ്ഥയിലാണ്. പറഞ്ഞാൽ അന്ന് കുടിച്ച കഞ്ഞിയുടെ കണക്ക് വരെ സാബു പറയും. അതുകൊണ്ടാണ് i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.